കുറച്ചുകൂടെ വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇനി കിട്ടുമെന്നും എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുമെന്നുമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. 30 ദിവസത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും. പിന്നെ വേറൊന്നുമില്ല, രസമായിരുന്നു. നിങ്ങളൊക്കെ കണ്ടല്ലോ അവിടെ നടന്ന് എന്തൊക്കെയാണെന്നൊക്കെ. എന്നെക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും കണ്ടത്. എനിക്കൊക്കെ കാണുമ്പോൾ കുറച്ച് മാത്രമേ എൻ്റെ മുന്നിലേക്ക് എത്താറുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എല്ലാം അവിടെ നടന്നത് കണ്ടു കാണും. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കുറേ കുട്ടികളായിരുന്നല്ലോ ഈ പ്രാവശ്യം, കുറേ ഇമ്മച്ചുവറായ കുറേ കുട്ടികൾ അതിൻ്റെ അകത്തുള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവരുടെ ഒരു പ്ലേ ഗെയിംസൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഇങ്ങോട്ട് പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന കണക്ക് ഞാൻ വന്നത് നല്ല സമയത്ത് തന്നെ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നി. ഞാൻ കയറിയപ്പം ഒരുപാട് പ്രേക്ഷകരുടെയൊക്കെ ഒരുപാട് സ്നേഹം കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. തിരിച്ചിറങ്ങിയപ്പോഴും അതേ സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല ഇനി പുറത്ത് എന്തൊക്കെ ഇവിടെ സംഭവിച്ചതൊന്നും അറിയില്ല. നേരെ ഇപ്പം നിങ്ങളെയാണ് കാണുന്നത്. മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറായി അവിടെ നിന്നുകൊണ്ട്. ഞാൻ എന്താണോ അതാണോ അവിടെ നിന്നത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ലാതെ കയറിയ ഒരാളാണ് ഞാൻ. അവിടെ ചെന്ന ഒഴുക്കിനൊത്ത് ഞാൻ മുന്നോട്ട് പോയതാണ്. അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും എന്താ പറയുക, ഞാൻ ഉണ്ടാക്കി അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ നിലപാടുകൾ, എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയ കാര്യങ്ങൾ അവിടെ പറയുകയും എടുക്കുകയും ചെയ്തിട്ടുള്ളൂ. ചേട്ടൻ പറഞ്ഞു ഈ സമയത്ത് ഇറങ്ങിയത് നന്നായി. പിന്നെ മകളും പറഞ്ഞു അമ്മക്ക് പറ്റിയൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുക? അല്ല, ആണ് നമ്മൾ കുറച്ചുകൂടെ ഞാൻ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡും കുറേ കാര്യങ്ങൾ കുറേ ജെന്യൂനിറ്റിയും പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ കുറേ ഭാഗങ്ങളും ഒക്കെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മുന്നോട്ട്. അപ്പം ഇറങ്ങിയത് നന്നായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സത്യം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഇപ്പോഴും നോർമൽ ആയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് അവിടെ വലിയൊരു കണക്ഷൻ ജാനുമായിട്ടുണ്ടായി. കാരണം ജാനിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സംസാരത്തിൽ നിന്ന് തോന്നിയിരിക്കുന്നു. ജാനിനൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ജാനിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും ചേർത്ത് പിടിക്കണമെന്ന് തോന്നിയിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ ജാനുമായിട്ട് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം കുറച്ചൊരു ഡീപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനിനൊന്നും ഞാൻ പുറത്തേക്ക് വന്നത് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ജാൻ ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ ഒരു വേർതിരിവ് ജാനോട് കാണിക്കുന്നുണ്ടോ? ഇപ്പം എനിക്കതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനൊന്നും ഉത്തരം തരാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം നമ്മളിപ്പം ഒരു ഇന്റർവ്യൂ പോലെ ഒന്നും പറയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചോദിക്കുന്ന എല്ലാത്തിനും ഞാൻ കറക്റ്റ് ഉത്തരം തരാം. അവിടെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആസ് ഇറ്റ് ഈസ് ഇപ്പോൾ അവിടെ ആരും എൻ്റെ ഒരു കാര്യത്തിൽ ഏജിൽ ആരും ഇല്ല. തുടക്കം മുതലേ ഒരു ആരുമില്ല. ഇനി പോകെ എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുമോ ഈ ഒരു കപ്പാസിറ്റീസ്. എനിക്ക് ആരെയും പറയാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റും. ഈ ഒരു സീസൺ തുടക്കം മുതലേ ഭയങ്കര അടിയാണ്. അതെ, ആദ്യത്തെ ദിവസം തന്നെ രതീഷൊക്കെ എന്നെ ഒന്ന് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെച്ചൂരിറ്റി കുറവെന്ന് നേരത്തെ ചേച്ചി പറഞ്ഞു. അപ്പൊ അതാണ് ഇതിനൊരു കാരണം. അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാനുമായിട്ടൊക്കെ വന്നത്. അപ്പൊ അതിൻ്റെതായ ഇതായിരിക്കാം വിശ്വസിക്കുന്നത്. ജാസ്മിനൊക്കെ അതൊരു ഉദാഹരണം. ഇപ്പൊ ഞാൻ അത് പറയുന്നത് ശരിയല്ല. ഞാൻ എന്തായാലും പറയാം. ഉറപ്പായിട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാൻ പറയാം. പറഞ്ഞത് അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ഷോ. എന്തായാലും ഞാൻ പറയാം. അപ്പൊ എന്തായാലും ഞാൻ ഇറങ്ങിയ നല്ല സമയത്താണ്. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റും. റൈറ്റ് ടൈമിൽ ഞാൻ ഇറങ്ങി. കുടുംബത്തെ കണ്ടോ? കുടുംബത്തെ കണ്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും ദിവസം മാറി നിന്നിട്ട് അവരെ കണ്ട് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ദിവസമെങ്കിലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞു വലിയ സന്തോഷം. യെസ്, ഞാൻ ഈ ആഴ്ച ഇറങ്ങുന്നത് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എനിക്കവിടെ ഇനി നിന്നാൽ ചിലപ്പോൾ എൻ്റെ ഒരു വേറൊരു ഇതിലേക്ക് ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് അവിടെ വരും. അതിനേക്കാൾ നല്ലത് അതിന് മുന്നേ ഇറങ്ങുന്ന സമയത്തിന് സൗഹൃദത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുള്ള അങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു? അവിടെ ഒരു വീടല്ലേ, ഒരു വീടിനകത്ത് ഇങ്ങനെ കുറെ പേരാണ്. നമ്മൾ അറിയാതെ കണക്ഷൻസ് ഇങ്ങനെ വന്നു പോകും. കുറച്ച് കണക്ഷൻ ആകുമ്പോഴേക്കും ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നതും. അതൊരു വീടാണ് ശരിക്കും. പുറത്തു നിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല. അതൊരു വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. വളരെ ഡിഫറെൻ്റ് ആയൊരു ലോകം. അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂ. പുറത്തു നിന്ന് കാണുന്ന ഒന്നുമല്ല. അവിടെ ചെന്ന് നമ്മൾ ചെന്ന് 2-3 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കിഴിഞ്ഞു. ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അപ്പോൾ ഈ ഒരു മാസം എങ്ങനെ അവിടെ സർവൈവ് ചെയ്യും? ആ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികളുമായിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ തന്നെ അടിവെച്ചിട്ടായിരുന്നു. അവരെയൊക്കെ എനിക്കൊരു കുട്ടികളെ പോലെ തോന്നിയത് കൊണ്ടാണ് എനിക്കത് സർവൈവ് ചെയ്യാൻ പറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത്.
ചേച്ചിക്ക് ഭയങ്കര മടിയാണെന്നുള്ള തരത്തിൽ കണ്ടസ്റ്റുകൾ പറയുന്നത്. അല്ല, അവര് പറയുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ അവിടെ എന്താ ചെയ്തതെന്നുള്ളത്. അവിടെ ഉള്ളവർക്ക് എന്തും പറയാം, പക്ഷെ പുറത്ത് കണ്ടവർക്കറിയാമല്ലോ ഞാൻ എന്താ അവിടെ ചെയ്തത്. ചേച്ചിനെ ശ്രീരേഖയാണല്ലോ കൂടുതൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ അവരോട് അവരുടെ ഗെയിം പ്ലാനുകളെ കുറിച്ച് എന്താ പറയുക? അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അവരുടെ ജീവിതം ഞാൻ പറയുന്നതാണല്ല. എന്നാലും ശ്രീരേഖയായിട്ടുള്ള ആദ്യം സൗഹൃദം ഉണ്ടായത് അവരായിട്ടാണല്ലോ. ആദ്യം സൗഹൃദം ഉണ്ടായി, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. സൗഹൃദമൊക്കെ അങ്ങനെ, ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിം, അത്രേ ഉള്ളൂ. റോക്കി ഭായിയുടെ വിഷയം ചേച്ചി ആരുടെ ഭാഗത്താണ്? റോക്കി ചെയ്തത് ഒരു തെറ്റ് തന്നെയല്ലേ. അത് സംഭവിക്കാൻ പാടില്ലാത്തൊരു ഷോയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. റോക്കി പറയുന്ന പോയിന്റ്സ് ഒക്കെ ചിലതൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്ത റോക്കിയുടെ ഭാഗത്ത് സംഭവിച്ചു. അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സിജോ വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് കാണുന്നു. ആയിരുന്നു, ഉറപ്പായിരുന്നു. അതിൽ സംശയമൊന്നുമില്ല. വളരെ നന്നായിട്ട് ബുദ്ധിപൂർവ്വം കളിക്കാറിയുന്നവരാണ്. ചേച്ചിനെ ഭയങ്കരമായിട്ട് ജിൻഡോ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. എന്നെ ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അതൊക്കെ വെറുതെ ജിൻഡോ എന്തായാലും ജിൻഡോ ചെയ്ത തെറ്റുകളെയൊക്കെ ഞാൻ തിരിച്ച് ജിൻഡോ കുറച്ചുകൂടെ നല്ലതായിട്ട് നിൽക്കണം എന്നൊക്കെ ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ജിൻഡോ അവിടെ നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജിൻഡോ പേരും കൂടെ എവിടെ ഇഷ്ടമാണോ ചേച്ചിനെ? എന്തായിരുന്നു ഇഷ്ടം? കാരണം എന്താ? പറ, കാരണം പറ. എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട് എല്ലാവർക്കും ആഹാരം കൊടുത്തു. നല്ല കുട്ടിയായിട്ട് പഠിക്കും കേട്ടോ. ചേച്ചിയുടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ